ഗ്രോ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങുന്നത്, വിൽക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് ഗ്രോ ആപ്പിൽ എങ്ങനെ നമുക്ക് ഷെയർസുകൾ വാങ്ങാം, അതുപോലെ വിൽക്കാം, അതേപോലെ എങ്ങനെയാണ് സ്റ്റോക്ക് ഗ്രോ ആപ്പിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത്, അതുപോലെ വിഡ്രോവൽ ചെയ്യുന്നത് എങ്ങനെ, അതായത് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം വിഡ്രോവൽ ചെയ്യുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഗ്രോ ആപ്പിൻ്റെ വാലറ്റിൽ നമ്മൾ ആദ്യം പൈസ ആഡ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് പൈസ ഉപയോഗിച്ച് ആ ആഡ് ചെയ്ത വാലറ്റിലെ പൈസ ഉപയോഗിച്ച് സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കുന്നത്. ഈ ഗ്രോ ആപ്പ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതായത് ഉപയോഗിക്കേണ്ട വിധം, മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയ മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കമൻറ്റ് ബോക്സിലും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് ഗ്രോ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുക. അതിനുശേഷം രജിസ്റ്റർ ചെയ്തത് പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിനുശേഷം നമുക്ക് വർക്കിംഗ് ഡേയിൽ മാത്രമാണ് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റുന്നത്. അതായത് ഷെയർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഷെയർസ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ സാധിക്കുന്നത്. അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ ഈ വീഡിയോയുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. ഗ്രോ ആപ്പ് സംബന്ധമായ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് വായിക്കുക. വായിച്ചതിന് ശേഷം ഗ്രോ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ആപ്പിൻ്റെ ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും അതുപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നേരത്തെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വാങ്ങുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നേരെ വീഡിയോ കാണാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള ഗ്രോ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നേരത്തെ ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനവും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അത് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവൂ. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് കാണാം. ഏറ്റവും മുകളിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടാണ് കാണിച്ചത്. ഇത് സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാം, നിഫ്റ്റിയും സെൻസെക്സും. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അതായത് ഇന്ത്യയിലുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അതിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏതിലായിരുന്നാലും നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങുന്നതായിരുന്നാലും വലിയ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. രണ്ടും ഒരുപോലെ ഉള്ളത് തന്നെയാണ്. ഞാനിവിടെ നിഫ്റ്റി സെലക്ട് ചെയ്യാണ്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാവുന്നതാണ്. അതിൻ്റെ ഗ്രാഫ് നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാം. അതിൽ ഒരു ദിവസം, നമുക്ക് ഒരു വീക്ക്, ഒരു മന്ത്, ഒരു ഇയർ, ഇങ്ങനെ 3 ഇയർ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കിതിൽ നിന്നും ഇതിൻ്റെ ഒരു ഗ്രാഫ് കാണാം. ഇതവർ ഒരു പ്രൊഡക്ഷനായിട്ട് കാണിക്കുന്നതാണ്. നമുക്ക് ഒരു നിഫ്റ്റിയിലെ ഒരു പോക്കാണ്, അതായത് അതിൻ്റെ ഉയർച്ച താഴ്ച എങ്ങനെയായിരിക്കും എന്നാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസുകൾ, നമുക്ക് സ്റ്റോക്കുകൾ, ഓരോ കമ്പനിയുടെ സ്റ്റോക്കുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ പോവാം. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നോക്കാം. ഒരു വോഡഫോണിൻ്റെ സ്റ്റോക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന് മുന്നേ ഇവിടെ സെൻസെക്സ് ഞാൻ ഒന്ന് കാണിക്കാം. സെൻസെക്സ് ആയിരുന്നാലും, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നാലും അതുപോലെ തന്നെയാണ് കാണുന്നത്. നിഫ്റ്റി ആയിരുന്നാലും ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നതല്ല. നമുക്കിനി ജസ്റ്റ് താഴോട്ട് വരാം. താഴോട്ട് നമുക്ക് ഓരോ കമ്പനിയുടെയും സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഞാനിവിടെ വരച്ച് കാണിക്കുന്നു. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ ലെവലിലുള്ള സ്റ്റോക്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത്, വിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓരോ കമ്പനികളുടെ സ്റ്റോക്കാണെന്ന് മനസ്സിലായി. വോഡഫോൺ, അതായത് ഒരു സമയത്ത് 10,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഷെയറിന് വില ഉണ്ടായിരുന്നായിരുന്നു. ഇപ്പോൾ വെറും 9 രൂപയേ ഉള്ളൂ. അതേപോലെ MMDC, ടാറ്റ, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെ സ്റ്റോക്ക് കാണാം. ഞാനിവിടെ വോഡഫോൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ മുകളിൽ ഇടത് സൈഡായിട്ട് കാണാം 9 രൂപ 8 പൈസ. ഇവിടെ NSE, BSE ഞാൻ കാണിച്ചു. അത് നമുക്ക് ഏതിൽ നിന്ന് വേണമെങ്കിലും ഇതിൻ്റെ ഷെയർസ് നമുക്ക് വാങ്ങാവുന്നതാണ്. അതിൻ്റെ ഗ്രാഫും നമുക്ക് കാണാം. ശരിക്കും ജിയോ വന്നതിന് ശേഷം, വോഡഫോണിൻ്റെ ഐഡിയ കമ്പനി വന്നതിന് ശേഷമുള്ള ഒരു സ്റ്റോക്കാണിത്. ശരിക്കും കുറച്ച് നല്ലോണം ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ്. ഒരു സമയത്ത് ഇത് വീണ്ടും ഗ്രാഫ് ഉയരുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ
നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഈ സ്റ്റോക്ക്, അതായത് വോഡഫോണിൻ്റെ വെറും 9 രൂപയുള്ള ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട് അതിൻ്റെ, അതായത് ഒരു ദിവസം ഇത് എത്ര രൂപ വരെ മാക്സിമം ഇതിൻ്റെ സ്റ്റോക്ക് വില കൂടും കുറയും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ജസ്റ്റ് ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ഷെയർസാണോ വാങ്ങുന്നത് അത് വളരെ കൃത്യമായി നോക്കുക. ഒരു സ്റ്റോക്ക് നോക്കിയിട്ട് അതിൻ്റെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഇത് സ്റ്റോക്ക് നിർത്തുന്ന സമയത്ത് എത്ര രൂപ വരെ പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്നും നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇല്ല എങ്കിൽ പോലും നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഞാനിതിൽ കാണിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫിൻ്റെ പോക്ക് കാണാൻ സാധിക്കും. താഴോട്ട് നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. അതായത് ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള വോഡഫോണുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറെ സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. താഴോട്ട് നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഏറ്റവും താഴെ ഒരു ഓപ്ഷനുണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി, അതായത് എത്ര സ്റ്റോക്ക്, അതായത് 9 രൂപ സംതിങ് ഉള്ള എത്ര എണ്ണമാണ് വാങ്ങേണ്ടതെന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് ഒന്നായിട്ട് അടിക്കുന്നു 1. അതിനുശേഷം നമുക്കവിടെ കാണാം ഒരു സ്റ്റോക്കിൻ്റെ വില, ബാലൻസിന് എത്ര സ്റ്റോക്ക് അവിടെ ഉണ്ടെന്ന് കാണിക്കും. ഏറ്റവും താഴെ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ജസ്റ്റ് സെക്കൻഡുകൾക്ക് തന്നെ ബൈ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് കാണാം. നമ്മൾ ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ഗ്രോ ആപ്പിലെ വാലറ്റിൽ പൈസ ഉപയോഗിച്ചാണ് വാങ്ങിയത്. 9 രൂപ 95 പൈസയ്ക്കാണ് ഇത് വാങ്ങിയത്. നമുക്ക് ആ സ്പോട്ടിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് വിൽക്കാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാം 2 സ്റ്റോക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. മുൻപൊന്ന് വാങ്ങിയതാണ് ആദ്യം കാണുന്നത്, രണ്ടാമത് കാണുന്നത് യെസ് ബാങ്കിൻ്റെ. അത് ശരിക്കും ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അത് 5 പൈസ കൂടിയിട്ടുണ്ട്. 99.95 വാങ്ങി ഇപ്പോൾ 10 രൂപ ആയിട്ടുണ്ട്. സെക്കൻഡ് വില കൂടിയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ വിൽക്കാമെന്നൂടെ നോക്കാം. നമുക്കിവിടെ സെല്ലെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം. എന്നിട്ട് എത്ര സ്റ്റോക്കാണോ നമ്മൾ വിൽക്കുന്നത്, ശരിക്കും ഇവിടെ ഒരു സ്റ്റോക്കേ ഉള്ളൂ, അവിടെ 1 ക്വാണ്ടിറ്റി കൊടുക്കുന്നു. അതിനുശേഷം താഴെ സെല്ലെന്ന ഓപ്ഷൻ കൊടുക്കുന്നു. സെക്കൻഡിൽ തന്നെ സെല്ലായിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ച് ഷെയർ മാർക്കറ്റിലേക്ക് വിൽക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഓർഡർ ഡീറ്റെയിൽസ് കാണാം. അതിന് താഴെയുള്ള ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഈ സ്റ്റോക്ക് വാങ്ങുന്നതിന് നമ്മുടെ ബാങ്കിൽ നിന്നും പൈസ പോകുന്നത്, ഈ പൈസ എങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ട് ലാഭം കിട്ടിയ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിവിടെ ഓർഡർ ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ സെൻട്രലായിട്ട് കാണാം ഡാഷ്ബോർഡ്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഏറ്റവും താഴെ വലത് സൈഡ് യു എന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, നമ്മുടെ ഡീറ്റെയിൽ. അതിലിവിടെ നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വാങ്ങിയതും വിറ്റതും ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഞാനിവിടെ ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ വിറ്റതാണ് 10 രൂപ 9.95 വാങ്ങിയ ഒരു സാധനം, ഒരു സ്റ്റോക്ക് വോഡഫോണിൻ്റെ ഇത് വാങ്ങിയതാണ് 9.95. അത് വിറ്റു, അത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അവൈലബിൾ ബാലൻസ് ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ കുറച്ച് പൈസ കിടപ്പുണ്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രോ ആപ്പിൽ ഇത് ആഡ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഗ്രോ ആപ്പിൻ്റെ വാലറ്റിലേക്ക് എത്ര രൂപയാണോ നമുക്ക് ആദ്യം ഇടേണ്ടത്, ഇതിൽ ഇട്ടാൽ പൈസ മാത്രമേ, ഞാനിവിടെ ജസ്റ്റ് 100 രൂപ കൊടുക്കുന്നു. അതിനുശേഷം ആഡ് മണി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ മൊബൈലുള്ള ഗൂഗിൾ പേ, ഫോൺപേ, അല്ലെങ്കിൽ ഭീം ആപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു UPI ID തുടങ്ങിയ ഏതെങ്കിലും ATM കാർഡ്, ഇത് ഏതെങ്കിലും ഉപയോഗിച്ച്, ഞാനിവിടെ ഫോൺപേ ആണ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നത്, ഉപയോഗിച്ച് നമുക്കിതിലേക്ക് നമ്മുടെ വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്യാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിംഗ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതിനുശേഷം നമ്മുടെ UPI ID വരും. നമ്മുടെ നമ്മുടെ ഫോൺപേ ആപ്ലിക്കേഷനിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ഫോൺപേയിലേക്ക് പോയി ഫോൺപേ ആപ്ലിക്കേഷനിൽ നമുക്കിവിടെ കാണാം, ഫോൺപേ ആപ്ലിക്കേഷനിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനുശേഷം അവിടെ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ID പാസ്വേഡ് അവിടെ അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ATM കാർഡിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് ആടാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. പ്രോസസ്സിംഗ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കും. അത് കഴിഞ്ഞ് ഈ പൈസ സക്സസ്ഫുൾ മെസ്സേജ് വരും. നമ്മുടെ ഫോൺപേ അക്കൗണ്ടിൽ നിന്നും
ഈ ഗ്രോ ആപ്പിൻ്റെ വാലറ്റിലേക്ക് ഈ പൈസ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഗ്രോ ആപ്പിൻ്റെ വാലറ്റിലേക്ക് ഇങ്ങനെ പൈസ വന്നാൽ മാത്രമേ, ഇതാ ഇപ്പോൾ 1500, 1400 ആയിരുന്നു, 1512. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത്. ഈ വാലറ്റിലുള്ള പൈസ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ അത് അവിടെ കാണാം, ഞാൻ കാണിക്കുന്നുണ്ട് 3 രൂപ. അതായത് നേരത്തെ വാങ്ങിയിൽ നിന്നും കിട്ടിയ ലാഭം കാണാം. 100 രൂപ ഞാൻ ആഡ് ചെയ്തത് കാണാം. നമ്മുടെ ഫോൺ പേയിൽ നിന്ന് ഞാൻ ഗ്രോ ആപ്പിൻ്റെ വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്തു, അത് കാണാം. നമുക്കിനി വിഡ്രോവൽ ചെയ്യാൻ സാധിക്കും. നമുക്കതിന് ചെയ്യേണ്ടത്, ഞാനിവിടെ വാങ്ങിയ ഹിസ്റ്ററീസ് എല്ലാം കാണാം. നമുക്കിവിടെ യു എന്ന് പറയുന്ന ഓപ്ഷൻ, ഏറ്റവും താഴെ വലത് സൈഡ് യു എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം ആണ്. അവിടെ ജസ്റ്റ് നമ്മുടെ അവൈലബിൾ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രോ ആപ്പിൻ്റെ വാലറ്റ് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസും കാണാൻ സാധിക്കും. അവിടെ നിന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ അവിടെ ഏറ്റവും താഴെ 2 ഓപ്ഷൻ ഉണ്ട്, ആഡ് മണി, വിഡ്രോവൽ. നമുക്ക് പൈസ ഇതിലോട്ട് ഗ്രോ ആപ്പിലേക്ക് ഇടുന്നതിനും വിഡ്രോ ചെയ്യുന്നതിനുള്ള 2 ഓപ്ഷൻ. അത് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ കാണിക്കാം. ഞാൻ നേരത്തെ ഇവിടെ വാങ്ങിയ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നമ്മൾ 100 രൂപ ഞാൻ ആഡ് ചെയ്തു. അത് ഏറ്റവും താഴെ കാണാം, അതിൻ്റെ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടില്ല, അവൈലബിൾ വിഡ്രോവൽ. നമ്മൾ പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മളെ വാലറ്റിൽ നിന്ന് അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കൂ. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ, ഓർമ്മിക്കുക. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം പൈസ ആഡ് ചെയ്ത് നോക്കും, പെട്ടെന്ന് വിഡ്രോവൽ ചെയ്യുമ്പോൾ പോകില്ല. 24 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡാവുന്നത്. നമുക്കിവിടെ വിഡ്രോവൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, പൈസ പിൻവലിക്കുന്നതിന്. അതിനുശേഷം നമ്മുടെ വാലറ്റിൽ ഇവിടെ കാണാൻ 1412 രൂപ ഉണ്ട്. നമുക്ക് എത്ര രൂപയാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് പിൻവലിക്കേണ്ടത്, വിഡ്രോവൽ ചെയ്യേണ്ടത്, അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് 200 രൂപ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും താഴെ വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ഗ്രീൻ ബട്ടൺ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു പിൻ ചോദിക്കും. ഞാൻ ഫോണിൽ ഫിംഗർ പ്രിൻ്റാണ് ഉപയോഗിച്ചത്. അതിന് പകരം ജസ്റ്റ് ഒന്ന് നിങ്ങൾ പിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. വിഡ്രോ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും, ട്രാൻസാക്ഷൻ പെൻഡിങ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ വിഡ്രോവൽ ആവുന്നതാണ്. ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ കാണാം. നമുക്ക് ഈ മൈ ഓർഡർ, മൈ പേയ്മെൻറ്റ്, ട്രാക്ക് ഫണ്ട്, ഇങ്ങനെയുള്ള സ്റ്റോക്ക്, ഇങ്ങനെയുള്ള ഓപ്ഷൻസിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ വിഡ്രോവൽ ഓപ്ഷൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു 200 രൂപ, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും. അതുപോലെ നമുക്കൊരു ഇമെയിലും വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോവൽ ചെയ്തതിൻ്റെ എല്ലാ, അതായത് നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാം. ഇതിലിങ്ങനെ ആയിരിക്കും കാണുന്നത്. ലാസ്റ്റ് മണി ക്രെഡിറ്റ് ഇൻ യുവർ അക്കൗണ്ട്, അത് പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അതായത് ഈ ഗ്രോ ആപ്പിനകത്ത് തന്നെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാം ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു സമയമാണ് അവർ 24 മണിക്കൂർ. ചിലപ്പോൾ അതിനു മുന്നേ വരുന്നതായിരിക്കും. നമുക്കിനി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പൈസ ആഡായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് ഗ്രോ ആപ്പിൽ എന്ന് നോക്കാം. അതായത് നമുക്കിവിടെ ആഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഞാൻ ആദ്യം ഒന്ന് കണ്ടു, അത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ബാങ്കാണോ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമുക്ക് എത്ര ബാങ്ക് വേണമെങ്കിലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിടാൻ പറ്റും. 24 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എടുത്തു. അതായത് നമ്മുടെ യു എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്നും ഒരു ഓർഡർ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ആദ്യം ട്രേഡ് ചെയ്ത്, അതായത് സ്റ്റോക്ക് വാങ്ങി വിറ്റു, 10 രൂപയ്ക്ക് വിറ്റു, അതിൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ അവൈലബിൾ ബാലൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാം. അതിൽ നമുക്ക് റിക്വസ്റ്റ് ഫ്രം സ്റ്റോക്ക്, അതിൻ്റെ ഒരു ലാഭം കിട്ടിയതാണ് 0.5 പൈസ. ഞാൻ ജസ്റ്റ് ഡെമോ കാണിച്ചതാണ്. അതും നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്.
അതുപോലെ നമ്മുടെ ഈ വാലറ്റിൽ നിന്നും ഞാൻ ആദ്യം 1500 ഉണ്ടായിരുന്നു, 1300 ഒരു 200 രൂപ ഞാൻ വിഡ്രോവൽ ഓപ്ഷൻ കാണിച്ചു. അതായത് നിങ്ങൾക്ക് സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നതിന് വിഡ്രോവൽ ഓപ്ഷൻ ഞാൻ ഇന്നലെ കൊടുത്തിരുന്നു. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. 24 മണിക്കൂറിന് ശേഷം